സുഹൃത്തുക്കളെ, ഇത് അരീക്കോടിനടുത്ത് കടുങ്ങല്ലൂർ മേലേപുരക്കൽ എന്ന് പറയുന്നൊരു ഹോസ്പിറ്റലാട്ടോ. ഈ ഹോസ്പിറ്റലിൽ ഇന്നലെ, അതായത് ഡേറ്റ് 12/5/2025 തിങ്കളാഴ്ച ഏകദേശം ഒരു ഉച്ചക്ക് 1 മണിക്ക് ശേഷം വലിയൊരു കളവ് നടന്നു. ഈ ഹോസ്പിറ്റലിൽ ഒരു മാന്യനായ വ്യക്തി, ഏകദേശം ഒരു 60 വയസ്സ് ഒക്കെ തോന്നിക്കുന്ന ഒരു വ്യക്തി വന്നിട്ട് റൂമിൽ കയറി ആ പേഷ്യൻറ്റിൻ്റെ ഡിസ്ചാർജ് ചെയ്യാനുള്ള ഒരു 50,000 രൂപയിൽ അധികം ഉള്ളൊരു സംഖ്യ അദ്ദേഹം കവർന്ന് അടിച്ച് മാറ്റിപ്പോയൊരു വീഡിയോ ഒക്കെ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഈ ഒരു കുടുംബം വലിയ ബുദ്ധിമുട്ടിലാണ്. കാരണം വെച്ചാൽ അവർ ഇന്നലെ മുതലേ ഇതിൻ്റെ പിറകിൽ നടക്കുകയാണ്. സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുത്തു, പരാതി കൊടുത്തു, പല ആളുകൾക്കും വിളിച്ചു, പലവരും വാട്സപ്പിൽ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ എല്ലാത്തിലും ഒരു വീഡിയോ ചെയ്തു അയച്ചു കൊടുത്തു. പലവരും വിളിക്കുന്നുണ്ട്. ഇതുവരെ ഈ ഒരു വ്യക്തിയെക്കുറിച്ച് യാതൊരു ഡീറ്റെയിൽസും കിട്ടിയിട്ടില്ല. നിങ്ങൾ അറിയുന്നവർ ഇതിൽ കൊടുത്ത നമ്പറിലോ അല്ലെങ്കിൽ നമ്മൾ അരീക്കോട് പോലീസ് സ്റ്റേഷനിലൊന്ന് ബന്ധപ്പെടുക. എത്രയും പെട്ടെന്ന് ഈ ഒരു വ്യക്തി നമുക്ക് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. കാരണം വെച്ചാൽ എത്രയോ രോഗികൾ ഹോസ്പിറ്റലിൽ പണമില്ലാതെയും ബുദ്ധിമുട്ടും കഷ്ടതയും അനുഭവിച്ചാണ് വരുന്നത്. അപ്പോൾ ഇവരൊക്കെ വന്ന് ഇങ്ങനെയൊക്കെ ചെയ്യാതെ ആവശ്യമില്ലാത്ത പ്രവർത്തികളൊക്കെ ചെയ്യുമ്പോൾ അത് നമുക്ക് കയ്യും കെട്ടി നോക്കി നിൽക്കാൻ പറ്റൂല. അപ്പോൾ എന്തായാലും ഈ ഒരു വ്യക്തി, ഇപ്പോൾ ഈ വരുന്ന ആള് ഇവൻ്റെതാണ് ഈ പൈസ പോയത്. അദ്ദേഹം ആ റൂമിലേക്ക് വരുമ്പോൾ അദ്ദേഹം റൂമിൻ്റെ ഉള്ളിലുണ്ട്. അങ്ങനെ റൂമിൻ്റെ ഉള്ളിൽ നിന്ന് അദ്ദേഹത്തെ കണ്ടുമുട്ടി ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാൻ റൂം മാറി കയറിയതാണെന്ന് പറഞ്ഞ് അദ്ദേഹം പോവുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് അദ്ദേഹം അവരുടെ ബാഗും കാര്യങ്ങളും ചെക്ക് ചെയ്തപ്പോൾ അതിൽ ക്യാഷ് കാണുന്നില്ല. അയാൾ ഒരു മര്യാദ നോക്കിയാണ് നിങ്ങൾ, എന്തോ ഒരു കൂളായിട്ടാണ് അയാൾ ആ പൈസ കട്ട് പോകുന്നത് ഇല്ലേ. നമുക്ക് വളരെ വിഷമമുള്ളൊരു വീഡിയോ ആണ് ഈ കാണുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, എല്ലാവരിലും എത്തിക്കുക. എങ്ങനെയെങ്കിലും ഈ ഒരു അലവലാതി നമുക്ക് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. കാരണം വെച്ചാൽ ഇതുപോലൊന്നും ചെയ്യാൻ പാടില്ല. അവർ എത്ര കഷ്ടപ്പെട്ടായിരിക്കില്ല ആ പൈസ ഒക്കെ ഉണ്ടാക്കിയത്. ആ പൈസ ഒരു നിമിഷം കൊണ്ട് ഇദ്ദേഹം കട്ടുപോകാന്ന് പറയുമ്പം നമുക്ക് നോക്കി നിൽക്കാൻ കഴിയുന്നില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് സഹകരണം വേണം. നിങ്ങൾ ഈ കുടുംബത്തെ സഹായിക്കണം. ഇവർക്കും വേണ്ടി നിങ്ങൾ ഇദ്ദേഹത്തെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. നിങ്ങൾ അരീക്കോട് പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ ഇതിൽ കൊടുത്ത ഈ നമ്പറിലൊക്കെ ബന്ധപ്പെട്ട് ഇവരൊക്കെ വേണ്ടി ഒന്ന് സഹായിച്ചു കൊടുക്കുക. ഇനി ഇതുപോലത്തെ ഒരു പ്രവൃത്തി ഇദ്ദേഹം ഇനി ചെയ്യാൻ പാടില്ല, ഒരിക്കലും പാടില്ല. അപ്പോൾ അതിനു വേണ്ടി മാക്സിമം നിങ്ങൾ ഈ വീഡിയോസ് ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അങ്ങനെയെങ്കിലും നമുക്ക് ഇദ്ദേഹത്തെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. ഓക്കെ, അപ്പം എല്ലാവരോടും ഒരിക്കൽ കൂടി